ജർവീഷ് അറിയോ? സാറല്ല, ബോച്ചയാണ്. ഞാൻ നേരത്തെ വിളിച്ച് കിട്ടിയില്ല. ആ എന്താ പുറത്താണോ? ആ ശരി. എനിക്ക് എന്തോ ലൈറ്റും ഇതൊക്കെ. എന്താ കാര്യമായിട്ട് വല്ല വർക്കിലാണോ? കാര്യമായിട്ടുള്ള എന്തേ വർക്കിലാണോ? ആ വണ്ടിയിലാണോ? ആ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാ വീട്? എവിടെ? കൊയിലാണ്ടി. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്? ആ കൊയിലാണ്ടി തന്നെയാണോ? എന്ത് കച്ചവടാ? എന്തിന്റെ കച്ചവടാണ്? കൊയിലാണ്ടി തന്നെയാണോ ഫിഷിംഗ് ബോട്ട്? ഫിഷിങ്ങിന് പോകുമ്പോ എന്നെ വിളിക്കണേ. എനിക്ക് കടലിലൊക്കെ പോകാൻ വലിയ ഇഷ്ടം. ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. നമുക്ക് കുറെ മുക്കോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മള് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു അടിപൊളിയായിട്ട് പോകാറുണ്ട് ഒരു ദിവസമൊക്കെ. ഓക്കെ. ബോട്ട് ഇപ്പൊ എന്താ ബിസിനസ് കുറവാണോ? എന്നാ ബോട്ട് ഇറക്കല്ലേ നമുക്ക് വീണ്ടും? ഒരു ബോട്ട് ഇറക്കാൻ വേണ്ടി ഒരു അതെ അല്ലേ, പ്രശ്നം തീർക്കാൻ വിളിച്ചതാണ്. ഒരു 10 ലക്ഷം രൂപ താങ്കൾക്ക് അടിച്ചിട്ടുണ്ട്. ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ബോട്ട് നമുക്ക് വെള്ളത്തിലിറക്കാം. അപ്പൊ കൊയിലാണ്ടിന്ന് യാത്രയാണ് ഇപ്പൊ അല്ലേ? ആ അത്തോളി. ഓക്കെ. ആരൊക്കെയുള്ള വീട്ടില്? ഉമ്മയുണ്ട്, 2 സിസ്റ്ററുണ്ട്, പിന്നെ വൈഫ്, 3 കുട്ടികൾ. ഓ ശരി. പഠിക്കുകയാണോ പിള്ളേരൊക്കെ? ഒരാൾ പഠിക്കുന്ന, ഒരാളിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട്. ഓ അത്ര വലിയ ആൾക്കാരൊക്കെ ഉണ്ടോ? കണ്ടാ പറയില്ലല്ലോ അത്ര വലിയ പിള്ളേരുണ്ടെന്ന്. ആ വൈഫിന്റെ, ഞാൻ വിചാരിച്ച 3 പിള്ളേരുണ്ടെന്ന് പറഞ്ഞപ്പോഴേ. 3 പിള്ളേര് സ്കൂളിൽ പഠിക്കുക? ആ ശരി. ഇപ്പൊ എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറ. വൈഫിന്റെ അടുത്തൊക്കെ. കറണ്ട് പോയി ഇവിടെ ഒന്നും കാണാൻ. കാറ്റടിച്ചിട്ടാവോ ഇത് കിട്ടാണ്ട്? കറണ്ട് പോയി. ഇവിടെ കറണ്ട് പോയി. ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ ഭയങ്കര കാറ്റൊക്കെ. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാറ്റ്. ശരി. അപ്പൊ എങ്ങനെയാ ബോച്ചേട്ടി വാങ്ങിയത്? എങ്ങനെയാ, ഓൺലൈനാണോ അതോ ഫിജിക്കാട്ടോ? ഓൺലൈൻ അല്ലേ? ഇത് എത്ര പ്രാവശ്യം വാങ്ങിയിട്ട്? ഡെയിലി എടുക്കും. ആ ശരി ശരി. അപ്പൊ ഇത് 10 ലക്ഷം ഇതിനു മുമ്പ് വല്ല അടിച്ചോ? അത് ആദ്യത്തെയാണോ? 1000 അടിച്ചിട്ടുണ്ട്. 100 അല്ലേ? അപ്പൊ നിങ്ങള് മഹാഭാഗ്യവാനാണല്ലോ. കണ്ടിന്യൂസ് അടിയാണ്. 100, 1000, 10 ലക്ഷം. ഇനി 25 കോടിയിലേക്കുള്ള കുതിപ്പാണോ എന്നൊരു സംശയം. ഇങ്ങനെയാണെങ്കിൽ ബോട്ടല്ലേ, കപ്പല് വാങ്ങും. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ ഓക്കെ, ബോട്ട് ഇറക്കുമ്പോ വിളിക്കൂ, ഞാൻ വരാം. നമുക്കൊന്ന് പോയി അടിച്ചു പൊളിക്കാം. മീനെയൊക്കെ പിടിച്ചിട്ട് കടലിലൊക്കെ ഒന്ന് ചാടി കുളിച്ചിട്ട് കുറച്ചായിപ്പോ. അപ്പൊ ഓക്കെ, കാണാം, വിളിക്കാം കേട്ടോ.